മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റെനോ ഡസ്റ്ററിൻ്റെ ഒരു യൂണീക്ക് ഫീച്ചർ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അത് മറ്റൊന്നുമല്ല, റിമൂവബിൾ വാഷബിൾ സീറ്റ് കവറുണ്ട്. അത് ഒരു ഡെനിം ക്ലോത്തിൽ വന്ന സീറ്റ് കവറാണ്. ഞാനിപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്ത് ഇത് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനതെങ്ങനെ റീഇൻസ്റ്റോൾ ചെയ്യാമെന്നുള്ളതാണ് നിങ്ങളെ കാണിച്ച് തരുന്നത്. ഇപ്പോഴത്തെ ലേഔട്ട് ലുക്കിംഗ് പെർഫെക്റ്റ്. നമ്മൾ കൂടുതൽ തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു ലേഔട്ട് രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് നമ്മൾ സീറ്റ് കവർ ഇട്ട് കഴിയുമ്പം ചെറുതായിട്ട് തൈ സപ്പോർട്ട് അണ്ടർ തൈ സപ്പോർട്ട് കുറയുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇത് തന്നെ വേറൊരു കവർ ഇട്ടാലും ബെറ്ററാണ്. സീറ്റ് കവർ ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ സീറ്റ് കവേഴ്സ് എല്ലാം ക്ലീനായിട്ട് വാഷിംഗ് മെഷീനിൽ വൃത്തിയായിട്ട് കഴുകി എടുത്ത് ഡാഷ്ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു ഡെനിം ടൈപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ സീറ്റ് കവറായിട്ട് വരുന്നത്. നല്ല സ്റ്റാർഡി മെറ്റീരിയലാണ്. ഇത് കഴുകിയെടുത്താൽ അതിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും ചാടിയാൽ പിള്ളേരൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ ഐറ്റം ചാടിച്ചാൽ അത് കഴുകിയെടുത്താൽ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റാണ്. ഡെനിം ക്ലോത്ത് അല്ലെങ്കിൽ ക്ലോത്ത് സീറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മറ്റേ റെക്സിൻ സീറ്റിനേക്കാളും ഞാൻ കണ്ടെന്ന് ചൂട് വളരെ കുറവാണ്. നമുക്ക് ഫീൽ ചെയ്യുന്ന ചൂട് വളരെ കുറവാണ്. അതുപോലെ നമ്മൾ ഇത് ഉണ്ടാകുന്നില്ല. അതാണ് ക്ലോത്ത് സീറ്റ് കവറിൻ്റെ പ്രത്യേകത. അതുപോലെ 2 ടൈപ്പ് ലോക്കാണ് വരുന്നത്. ഒന്ന് വെൽക്രോ, നോർമൽ വെൽക്രോ മെറ്റീരിയൽ നമ്മുടെ സീറ്റേ തന്നെയുണ്ട്. ആ സീറ്റയിലോട്ട് നമ്മൾ പുഷ് ചെയ്യുന്ന ടൈപ്പ് വെൽക്രോ. അതുപോലെ തന്നെ സിപ്പ് ലോക്ക് വരുന്നുണ്ട്. നമ്മുടെ സാധാരണ സിബ് വെച്ച് നമുക്ക് സൈഡ് സിബ് വെച്ച് അടയ്ക്കും. ഉൾഭാഗം ചേർന്നിരിക്കാൻ വേണ്ടി ഒരു വെൽക്രോയും ഉണ്ട്. നമ്മൾ സീറ്ററുള്ള വെൽക്രോയും രണ്ടും കൂടെ ഒരുമിച്ച് പെർഫെക്റ്റായിട്ട് നമ്മൾ ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഫിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മൾ പിന്നെ വലിച്ചാലൊന്നും വരില്ല. നല്ല നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഞാനത് ഒട്ടിച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഫിക്സ് ചെയ്തു. എല്ലാ വെൽക്രോയും തമ്മിലത് ബന്ധിപ്പിച്ചു. ഇതിൻ്റെ അകത്തെ ലേഔട്ടിനനുസരിച്ചുള്ള വെൽക്രോസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫേംലി ഫിറ്റായി. നമ്മൾ അതിൻ്റെ സിപ്പ് ലോക്ക് ചെയ്താൽ മാത്രം മതി. ആ സീറ്റ് പെർഫെക്റ്റ്ലി അതുമായിട്ട് സ്യൂട്ടായി. ഇപ്പോൾ 2 സീറ്റ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. സീറ്റ് കവർ ഇട്ട് കഴിഞ്ഞു. ഇനി ബാക്ക് സീറ്റിലോട്ടാണ് പോകുന്നത്. ബാക്ക് സീറ്റിൽ ഈ ഹമ്പൊക്കെ വരുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇടാനായിട്ട്. പക്ഷേ വലിയ പാടൊന്നുമില്ല. ഫ്രണ്ട് സീറ്റ് പാടൊന്നുമില്ലായിരുന്നു, ഊരാനും ഇടാനും പാടൊന്നുമില്ലായിരുന്നു. ഇതിൻ്റെ ലേഔട്ട് വെച്ച് ഞാൻ ഇരുന്ന് നോക്കിയപ്പം സീറ്റ് കവർ ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ അണ്ടർ തൈ സപ്പോർട്ട് നമുക്ക് ഈ സപ്പോർട്ട് കൂടുതൽ കുഷനിങ് ആയിട്ട് തോന്നും. നമുക്കപ്പോൾ അത്രയും ചേർന്നിരിക്കുന്നതായിട്ട് തോന്നും. എനിക്ക് തോന്നുന്നത് അതില്ലാണ്ടിരിക്കുന്നതാണ് ഇരിക്കാൻ സുഖമുള്ള പോലെ തോന്നി. പക്ഷേ നമുക്ക് ലോങ് യൂസിന് സീറ്റ് കവർ ഇടുന്നതാണ് നല്ലത്. കാരണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം കിട്ടുള്ളൂ. പൊടിയോ അങ്ങനെയെല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അപ്പം അലർജി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനത്തെ സീറ്റ് വളരെ ബെനിഫിഷ്യറി ആയിരിക്കും. റിയർ സീറ്റും ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഒരു 15 മിനിറ്റ് എടുത്ത് കാണും. ഈ റിയർ സീറ്റ് മൊത്തത്തിൽ ഫ്രണ്ടും ബാക്കും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. റിയർ സീറ്റ് ഇടുമ്പോൾ മാത്രം നമുക്ക് ഇച്ചിരി കൂടെ ശ്രദ്ധിക്കണം. ബുദ്ധിമുട്ടാണെന്നല്ല പറഞ്ഞാൽ ഇച്ചിരി കൂടെ നമ്മൾ ശ്രദ്ധിച്ചിടണം. കുറേ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ നമ്മുടെ ഹാൻഡ് റെസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് ഒരു എല്ലാ സ്ഥലത്തും നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് എല്ലാ മാനുഫാക്ചേഴ്സും ട്രൈ ചെയ്യേണ്ട ഒരു ഫീച്ചറാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം റെക്സിൻ നമുക്ക് ഒരിക്കലും ഒരു കംഫർട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയലല്ല ഒരു വാഹനത്തെ സംബന്ധിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ മെറ്റീരിയലാണെങ്കിൽ ആൾക്കാരുടെ കംഫർട്ട് കൂടും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പേഴ്സണലായിട്ടുള്ള എൻ്റെ കമൻറ്റാണ്. ഇതിന് പല വശം കാണും. ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും, പൊടിയുള്ളവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതുപോലെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്ത് ക്ലീൻ ആക്കാൻ പറ്റും. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനായിട്ട് എപ്പോഴും കൊണ്ടു നടക്കാം. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ഡസ്റ്ററിനെ പറ്റിയുള്ള കൂടുതൽ റിവ്യൂസ് ഞാൻ വേറൊരു ദിവസം തരുന്നതായിരിക്കും.